ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബെത്ലഹേം കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം തിരുവചനം. ഹെറോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പനുസരിച്ച് അവർ മറ്റൊരു വഴിയെ യാത്ര തിരിച്ചു. നോക്കുക, ഈ നോമ്പ് കാലഘട്ടത്തിൽ പല ലൗകിക കാര്യങ്ങളും ഞാനും നിങ്ങളും വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് മദ്യമാകാം, ലൗകിക വസ്തുക്കളോടുള്ള ആഡംബരത്തിൽ നിന്നുള്ളൊരു പിന്തിരിയലാകാം, കഠിനമായ ഉപവാസത്തിലേക്ക് തിരിച്ചുപോയതാകാം. പക്ഷേ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജ്ഞാനികളോട് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഹെറോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ക്രിസ്തുമസിനൊരു പുത്തൻ തീരുമാനമെടുക്കാം. 25 ദിവസം ഞാൻ നോറ്റ നോമ്പുകൾ ഇനി ഞാൻ മടങ്ങിപ്പോവുകയില്ല. മറ്റൊരു വഴിക്ക്, നന്മ നിറഞ്ഞ വഴിക്ക്, മദ്യം ഞാൻ ഉപേക്ഷിക്കും, ലൗകിക വസ്തുക്കൾ ഞാൻ ഉപേക്ഷിക്കും, ആഡംബര ഭ്രമത്തിൽ നിന്ന് ഞാൻ പിന്മാറും. പകരം വചനം വായിച്ച് നിത്യവും ദിവ്യബലിയിൽ പങ്കുചേർന്ന് ഈശോയുടെ മകനും മകളുമായി തീരാൻ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസിന്റെ എല്ലാ ആശംസകളും നേരുന്നു.